മുനമ്പത്തെ ഭൂമി അതൊരു വഖഫ് ഭൂമി അല്ല എന്നുള്ള ഒരു വിധിയൊക്കെ വന്നിരുന്നു. അത് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഒരു നീക്കം ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നു. ഇത് എത്രത്തോളം ഭയപ്പെടേണ്ടതുണ്ട്? എന്താണ് മുനമ്പത്തെ ഒരു അവസ്ഥ? ഒന്നും തന്നെ ഭയപ്പെടാനില്ല. കാരണം ഇന്ന് സുപ്രീം കോടതി പറഞ്ഞ വിധി ഞാൻ ഒക്ടോബർ മാസം 18-ാം തീയതി എന്റെ വീഡിയോയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ സുപ്രീം കോടതിയുടെ സ്റ്റേ ഇല്ല എന്നുള്ളതാണ്. കാരണം സ്റ്റേ ചെയ്യണമെങ്കിൽ ആ ഏത് ഉത്തരവാണോ അതിലെന്തെങ്കിലും ഓപ്പറേറ്റീവ് പോർഷൻ വേണം. പക്ഷെ നമ്മള് ഹൈക്കോടതിയുടെ ആ ഉത്തരവിന്റെ അവസാനം നോക്കുകയാണെങ്കിൽ അവിടെ കൺക്ലൂഷൻസ് ആൻഡ് ഡയറക്ഷൻസ് എന്ന് മാത്രമേ പറഞ്ഞു. ആ ഡയറക്ഷൻസ് സർക്കാരിന് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ സ്വീകരിക്കാതിരിക്കാം. അപ്പോ അതിൽ റിട്ട് ഓഫ് മാൻഡേമസ് ഇല്ലായിരുന്നു. നിങ്ങൾ ഇത് ചെയ്യണം എന്നൊരു ഡയറക്ഷൻ ഹൈക്കോടതി വിധിയിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി വിധിയെ സ്റ്റേ ചെയ്യാൻ അത്ര പൊട്ടന്മാരല്ല സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ആൾക്കാർ. ഇവിടെ മാധ്യമങ്ങളൊക്കെ സ്റ്റേ ചെയ്തു എന്നാണ് പറയുന്നത്. എന്തായാലും ഞാൻ ഇന്ന് അതിന്റെ സാക്ഷിയായി ഞാൻ കംപ്ലീറ്റ് കണ്ടു കേട്ടു. അപ്പൊ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ഇവിടെ കേരള സർക്കാരും പിന്നെ മുനമ്പം ഭൂസംരക്ഷണ വേദിയുടെയും ആൾക്കാരൊക്കെ അവിടെ കാവിയേറ്റ് ഫയൽ ചെയ്തു. അതായത് ഞങ്ങളെ കൂടി വാദം കേട്ടതിന് ശേഷം മാത്രമേ സുപ്രീം കോടതി എന്തെങ്കിലും ഇന്ററിം ഓർഡർ ഇടാവൂ എന്നുള്ള അപേക്ഷയാണ് കാവിയേറ്റ് എന്ന് പറയുന്നത്. അപ്പോ വളരെ സങ്കടത്തോടു കൂടി തന്നെ പറയട്ടെ, ഇന്ന് കേരള സർക്കാരിന് വേണ്ടിയും മുനമ്പം ഭൂസംരക്ഷണ സമിതിക്കും വേണ്ടി 2 വക്കീലന്മാർ അവിടെ ഹാജരായി. ഇതാണ് 302 പേരുള്ള അവര് ഫയൽ ചെയ്ത ഭൂസംരക്ഷണ സമിതി ഫയൽ ചെയ്ത പേപ്പർ ബുക്കാണ് എന്റെ കയ്യിലിരിക്കുന്നത്. ഞാൻ ഇത് ആൾറെഡി പഠിച്ചു. അപ്പൊ എന്താണ്, അവരാരും തന്നെ ഇത് നേരെ തുറന്നു പോലും നോക്കാതെയാണ് കോടതിയിൽ വന്നത് എന്ന് വളരെ ദുഃഖത്തോടു കൂടി എനിക്ക് പറയേണ്ടി വരും. കാരണം ഈ വഖഫ് സംരക്ഷണ സമിതി കൊടുത്ത SLPയിലുള്ള ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ പണ്ട് കാലത്തൊക്കെ പോയിട്ട് ഈ പല കേസുകളും ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ ഞങ്ങളെ കോടതി സ്വീകരിച്ചിരുത്തി ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കേൾക്കുകയും വിധികൾ പറയുകയും ചെയ്തു. ഇപ്പൊ ഈ കോടതി വന്നിട്ട് പറയുന്നു ഞങ്ങൾക്ക് ലോക്കൽ സ്റ്റാൻഡി ഇല്ല, ഞങ്ങൾക്ക് കേസ് കൊടുക്കാനുള്ള അധികാരം പോലും ഇല്ല എന്ന് പറയും. അപ്പോ അത് ഈ ജഡ്ജ്മെന്റിൽ തന്നെ കോടതി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇവർക്ക് ലോക്കൽ സ്റ്റാൻഡി ഇല്ലാത്തത് എന്ന്. പണ്ട് കൊടുത്തു എന്ന് പറഞ്ഞ് ഇപ്പൊ ലോക്കൽ സ്റ്റാൻഡി ഉണ്ടായിരിക്കണമെന്നില്ല. ഈ 2 വക്കീലന്മാരും, അതായത് ഭൂസംരക്ഷണ സമിതിയുടെ വക്കീലും കേരള സർക്കാരിന്റെ വക്കീലും ആ കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതേ ഇല്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് എന്താണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞത്? അതായത് നമ്മുടെ വഖഫ് ആക്ടിന്റെ സെക്ഷൻ 4-ലും 5-ലും ഒരു വസ്തുവിനെ സെക്ഷൻ 40-യുടെ അടിയിൽ എങ്ങനെയാണ് വഖഫായി പ്രഖ്യാപിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് കൊടുക്കണം, അതിനുശേഷം ഒരു സർവേ നടത്തണം, ഒരു ക്വസൈ ജുഡീഷ്യൽ എൻക്വയറി നടത്തണം, പിന്നെ സമഗ്രമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം, അത് സർക്കാരിലേക്ക് അയക്കണം, അവസാനം സർക്കാർ അത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ മാത്രമേ അത് വഖഫാവൂ. എന്നാൽ മുൻപെന്താണ് സംഭവിച്ചത്? ഇവരിതൊന്നും ചെയ്യാതെ അവരുടെ ഓഫീസിൽ ഇരുന്ന് ഒരു ഉത്തരവ് ടൈപ്പ് ചെയ്തു. ഇതും വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നതും. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കത്ത് വില്ലേജ് ഓഫീസർക്ക് അയച്ചുകൊണ്ടാണ് ഇവരെ റവന്യൂ അവകാശവും പോയത്. അല്ലാതെ നിയമപരമായ ആ സ്റ്റാറ്റ്യൂട്ടിൽ പറയുന്ന ഒരു നടപടിക്രമവും പാലിക്കാതെയാണ് വഖഫ് ബോർഡ് ഈ വസ്തുക്കളെ വഖഫാക്കിയതെന്നാണ് ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് കേരള ഹൈക്കോടതിയിൽ പറഞ്ഞത്. അപ്പോൾ ജഡ്ജി തന്നെ ഇന്ന് അദ്ദേഹത്തിന്റെ മനോജ് മിശ്ര സാറ് ചോദിച്ചു, ഈ വഖഫായി നോട്ടിഫൈ ചെയ്തിട്ടുണ്ടോ? അപ്പൊ വഖഫ് സംരക്ഷണ സമിതിയുടെ വക്കീൽ പറഞ്ഞു, ഉണ്ട് സാർ, ഞങ്ങൾ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. വേറെ അങ്ങനെ ഒരു സംഭവം ഇല്ല. അത് പറയുന്നതിൽ കേരള സർക്കാരിന്റെയും മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെയും വക്കീലന്മാർ ധൈര്യമായി പരാജയപ്പെട്ടു. കാരണം ഇന്ന് രാവിലെയാണ് അവർ ഈ കെട്ടുമായിട്ട് അങ്ങോട്ട് പോയത്. അപ്പോ ആ ഒരു കാര്യം പറയുന്നതിലും ഈ 2 വക്കീലന്മാരും ദയനീയമായി പരാജയപ്പെട്ടു. മൂന്നാമതായിട്ട് ഈ വഖഫ് സംരക്ഷണ വേദി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1971 തന്നെ പറവൂർ സബ് കോടതി ഇതിനൊരു വഖഫായി പ്രഖ്യാപിച്ചിരുന്നു. അത് തന്നെയാണ് അപ്പീൽ ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തു എന്നാണ് ഇവർ കാലാകാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ആ ഹൈക്കോടതിയിലെ 1975-ലെ കേരള ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റിലെ പാര 11-ൽ ഏറ്റവും അവസാനമായി പറയുന്നത്, സിദ്ദിഖ് സേട്ടു ഹു വാണ്ടഡ് ടു മേക്ക് എ ജനറസ് ഗിഫ്റ്റ് ടു ദ ഫറൂഖ് കോളേജ് എന്നാണ്, അല്ലാതെ ഇത് അള്ളാക്കി കൊടുക്കുന്നതല്ല. അപ്പൊ ഹൈക്കോടതിയുടെ ഫൈൻഡിങ് അതായിരുന്നു. അതിനുപരിയായിട്ട് ഈ വർഷം ജൂൺ മാസം 3-ാം തീയതി OP വഖഫ് നമ്പർ 9 എന്നുള്ള കേസിൽ ജസ്റ്റിസ് അമിത് റാവലിന്റെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു നിയമപരമായ
വിധികളൊന്നും തന്നെ പറവൂർ സത്കോടതിയോ അതുപോലെ തന്നെ ഡിവിഷൻ ബെഞ്ച് അന്ന് 75-ലെ ഡിവിഷൻ ബെഞ്ചോ പറഞ്ഞിട്ടില്ല. അന്ന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന സഹ ജഡ്ജിയും പറഞ്ഞു. അതിനെ തുടർന്ന് ഒക്ടോബർ മാസം 10-ാം തീയതി ഈ ജഡ്ജ്മെന്റിലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞു അങ്ങനെ ഒരു വിധി ആരും തന്നെ പറഞ്ഞിട്ടില്ല. അത് ഈ വിധിയിൽ വ്യക്തമായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഭൂസംരക്ഷണ സമിതിയുടെ വക്കീലിനും കേരള സർക്കാരിന് വേണ്ടി ഹാജരായ വക്കീലിനും ഇതൊന്നും അറിയത്തില്ലായിരുന്നു. അതും ഈ ജഡ്ജ്മെന്റിലെ ഭാഗങ്ങൾ എടുത്ത് വായിച്ച് കേൾപ്പിക്കാമായിരുന്നു. ഇന്ന് ഈ വഖഫ് സംരക്ഷണ വേദിയുടെ വക്കീൽ പറഞ്ഞു ഇത് ഞങ്ങള് ഈ വഖഫ് ആക്ടിന്റെ സെക്ഷൻ 7-ഉം സെക്ഷൻ 83-യും സെക്ഷൻ 85-ഉം പ്രകാരം ഞങ്ങൾക്ക് മാത്രമേ വഖഫ് ട്രൈബ്യൂണലിൽ മാത്രമേ ഈ വിധി കേൾക്കാൻ പിന്നെ ഈ വിഷയം പരിഹരിക്കാൻ പറ്റൂ അല്ലെങ്കിൽ പരിഹരിക്കാൻ പറ്റൂ. വേറെ അത് ഹൈക്കോടതി അതിൽ കയറി ഇടപെട്ടിരിക്കുകയാണ് സാർ എന്നാണ് പറഞ്ഞത്. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ വഖഫ് ആക്ടിന്റെ സെക്ഷൻ 7 എടുത്ത് വായിക്കുകയാണെങ്കിൽ വഖഫ് ട്രൈബ്യൂണലിന് എപ്പോഴാണ് അധികാരം കിട്ടുക? എന്നാണോ സർക്കാർ ഒരു വസ്തുവിനെ വഖഫായി ഗസറ്റ് നോട്ടിഫിക്കേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ അതിൽ പരാതി ഉണ്ടെങ്കിൽ മാത്രമേ വഖഫ് ട്രൈബ്യൂണലിന് അധികാരം അല്ലെങ്കിൽ അവകാശം ഉള്ളൂ. അപ്പൊ ഇവിടെ എന്താണ് മുനമ്പത്തിന്റെ കേസിൽ അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഇല്ല. അപ്പോൾ 5-6ഓളം കേസുകൾ ഇപ്പൊ വഖഫ് ട്രൈബ്യൂണലിന് മുന്നിൽ പരിഗണിച്ചു വരുന്നു എങ്കിൽ തന്നെയും they are only appeals in form but not in substance. അപ്പോ ആ കാര്യം സുപ്രീം കോടതി ശ്രദ്ധപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഇന്ന് മറിച്ചൊരു തീരുമാനമായിരിക്കും ഉണ്ടാകുമായിരുന്നു. അതിനടുത്ത ഒരു കാര്യം ഞാൻ പറയുന്നു, സിദ്ദിഖ് ചേർക്ക് എഴുതിയത് വഖഫാണ്. അപ്പോ ബഹുമാനപ്പെട്ട ഈ വക്കീലന്മാര് വലിയ കൊടിയൊറ്റ വക്കീലന്മാരെന്നൊക്കെയാണ് പറയുന്നത് കേരള സർക്കാരിനും ഭൂസംരക്ഷണ സമിതിക്കും വേണ്ടി. ഇതിലുള്ള ആ പ്രമാണത്തിന്റെ ഭാഗം എടുത്തിട്ട് ഇത് തിരിച്ചു വരും എന്നുള്ള കണ്ടീഷൻ ഉണ്ട് സാറേ എന്നൊന്ന് കോടതിയോട് പറഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ ഇനി ഈ കേസ് തീർന്നനെ. കാരണം ഇവിടെ ഇപ്പൊ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം വഖഫ് എന്ന് പറയുന്നത് ഒരു പെർമനന്റ് ഡെഡിക്കേഷൻ ആണ്. ഇങ്ങനെ പ്രമാണത്തിൽ എഴുതി വെച്ചിരിക്കുന്നു ഏതെങ്കിലും കാലത്ത് ഫറൂഖ് കോളേജ് ഇല്ലാതായി പോയി കഴിഞ്ഞാൽ ഇത് എനിക്കും അല്ലെങ്കിൽ എന്റെ സന്തതി പരമ്പരകൾക്ക് തിരിച്ചു വരും എന്ന് എഴുതിയിട്ടുണ്ട് സാറേ എന്ന് സുപ്രീം കോടതി പറയാനുള്ള നോളജോ കഴിവോ കപ്പാസിറ്റി വിവരമോ ഈ ഭൂസംരക്ഷണ സമിതിക്കും കേരള സർക്കാരിനും വേണ്ടി ഹാജരായ വക്കീലന്മാർക്കില്ലായിരുന്നു.